നീ ചിരിക്കണ്ട, എല്ലാത്തിനും കാരണം നീ ഒരുത്തിയാ. ഗോവിന്ദ, ഞാൻ നിന്റെ കൊച്ചച്ഛനാണെന്ന് നിങ്ങൾ വിചാരിക്കാം, പക്ഷെ ഇവളോ നിന്നെ കുറിച്ച് വേണ്ടാതീനം പറ. ഇവൾക്ക് എന്താ അവകാശം? അവകാശല്ല, അഭിപ്രായം. അത് ഞാൻ പറയും. ആരായാലും സ്ത്രീധനം വാങ്ങുന്ന തെറ്റ് തന്നെയാ. എന്നാ ഗോവിന്ദൻ അങ്ങനെ തോന്നിയിട്ടില്ല. എന്റെ കണക്ക് ബുക്കിൽ എല്ലാ ബന്ധങ്ങളും കരാറുകൾ മാത്രമാ, ജസ്റ്റ് സോഷ്യൽ കോൺട്രാക്ട്. ലാഭത്തിന്റെ കനം നോക്കി മാത്രമേ ഞാൻ ഏത് കോൺട്രാക്റ്റിൽ ഒപ്പുവെക്കാറുള്ളൂ. ഗോവിന്ദനെ ചിക്കിലി വേണം, ചിക്കിലി. നാവടക്ക് പണിയെടുക്കണേ. എടുക്കാം, എനിക്കും ചിക്കിലി വേണം, ചിക്കിലി. വെറും 2700 ഉലുവല്ലേ ശമ്പളം. അന്തസ്സായിട്ട് 5000 രൂപ എണ്ണി തരണം. ഓഹോ, നീ ശമ്പളം കൂട്ടി ചോദിക്കാൻ മാത്രം വളർന്നോ? 6-7 മാസമായി ഇവളെ സഹിക്കാൻ തുടങ്ങിയിട്ട്. പിടിക്കേ, നിന്റെ 9 ദിവസത്തെ കുടിശ്ശിക ഈ നിമിഷം ഇവിടെ നിറയിക്കൊള്ളാം. മുളയിലെ നുള്ളിക്കളഞ്ഞില്ലെങ്കിലേ ഇവളൊക്കെ നാളെ ഈ വരാന്തയിൽ കൊടി പിടിച്ച് കിടക്കും. ഇറങ്ങടേ. ഇറങ്ങ തന്നെയാ. താനും തന്റെ ഈ പന്ന ജ്വല്ലറി മുടിഞ്ഞു പോട്ടെ. എന്താ ഭൂമി പിളർന്നു പോയോ? അവൾ അല്ലെങ്കിൽ മറ്റൊരുത്തി. നന്ദു, അന്ന് ഇന്റർവ്യൂവിന് വന്ന കാൻഡിഡേറ്റുകളുടെ ഫയൽ അവിടെ ഉണ്ട്. അതിനടുത്ത് എന്തൊന്നാടോ എല്ലാരും വിളിച്ചു നിൽക്കുന്നത്? ഹലോ, ഗോവിന്ദൻ ഹിയർ. ഞാൻ കുര്യാക്കോസാണ്, തന്റെ ഓടിത്തളർന്ന ഓഡിറ്റർ. എന്താ സാർ പെട്ടെന്ന്? തനിക്കൊരു ഉമ്മ തരാൻ. എടോ, ഇൻകം ടാക്സ് ഓഫീസർ വിളിയോട് വിളിയ തന്നെ കുറിച്ചൊരു 100 കൂട്ടം പരാതികളാ. ഒരാഴ്ചക്കുള്ളിൽ എല്ലാ പെൻഡിങ് റിട്ടേൺസും സബ്മിറ്റ് ചെയ്യണമെന്ന ഓഫീസറുടെ കടുംപിടുത്തം. സാറ് മനസ്സ് വെച്ചാ വെള്ള പേപ്പറിൽ വെച്ചാൽ മതിയോടോ മനസ്സ്. 2 ദിവസത്തിനകം അക്കൗണ്ട്സിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയാലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. സാറ് റിട്ടേൺസ് ഗായത്രി മാറ്റന്നാൾ. ഇതെന്താടോ കർണാടക സംഗീതോ? ഒരു കാര്യം ചെയ്യ്, മൊത്തം ഫയലുകളുമായി ആ അക്കൗണ്ടന്റിനെയും കൂട്ടി താങ്ങോട്ട് വാ. ഓക്കെ സാർ. ഗോവിന്ദ, എന്താണ് പ്രശ്നം? ആഡിറ്ററാ, ഒരാഴ്ചക്കുള്ളിൽ ടാക്സ് റിട്ടേൺസ് കൊടുത്തില്ലെങ്കിൽ ആകെ കുഴപ്പമാകുന്നു. കൊള്ളാം, ആട്ടോ തട്ടിയിട്ട് മള്ളിൽ സൂപ്പർ ഫാസ്റ്റ് കയറി എന്ന് പറഞ്ഞ പോലെ. ഗായത്രി ഇല്ല, നീ എന്തോ ചെയ്യും? എന്ത് ചെയ്യേ? അവളെ കണ്ടിട്ടൊന്നും അല്ലോ ഞാൻ ഈ കട തുടങ്ങിയത്. പിന്നെ എടാ, ഇവിടുത്തെ ഒരു പയലിനും ഒരു ഫയല് പോലും കണ്ടാൽ അറിയില്ല. അവളെ തിരിച്ചു വിളിച്ചോണ്ട് വരുന്നതാണ് ബുദ്ധി. എന്റെ പട്ടി പോവും. എന്നാൽ ഇങ്ങോട്ട് താമസിക്കണ്ട, കൊച്ചച്ചൻ വിട്ടോ. ആര് തിടയ്ക്ക് അവൻ ചോരും. ഗോവിന്ദ, ഞാൻ പറയുന്ന മനസ്സിലാക്ക്. മാനം നോക്കേണ്ട നേരമല്ല ഇത്, സർക്കാർ കാര്യമാ. എന്തെങ്കിലും വീഴ്ച കാണിച്ചാ പിന്നെ കേറി മേയാൻ അവർക്ക് മറ്റൊന്നും വേണ്ട. ഒത്താശയ്ക്ക് ശത്രുക്കളും കാണും. ഗായത്രിയെ തിരിച്ചു വിളിക്കണമെന്ന് തന്നെയാ ഞങ്ങളുടെ അഭിപ്രായം. ഓ നാശം. എന്നാ പോയി വിളിച്ചോണ്ട് വാടോ ആ ഭദ്രകാളിയെ. ചേട്ടാ, ഇതിന്ന് 1 കിലോ ഓറഞ്ച്. അതിനൊക്കെ വലിയ വിലയാ കൂട്ടി. അതിനടുത്തോളൂ. ഓ ഗായത്രി, ദേ ക്യാബേജ്. കൊണ്ടേ പുഴുങ്ങി തിന്ന്. ക്യാബേജ് വേണ്ടെങ്കിൽ വേണ്ട. ദേ പാവയ്ക്ക, മിഴിച്ചേൽക്കാതെ 1 കിലോ പാവയ്ക്ക ഇറോ. ഗായത്രി, ഗോവിന്ദനി പാവയ്ക്ക പോലെ കയ്പാണെങ്കിലും വിറ്റാമിനാ. എനിക്ക് വേണ്ട. വേണം. 1 കിലോ സവാള കൂടി എടുക്കട്ടെ. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്. ഇവളിങ്ങനൊക്കെ പറയും. സവാള 1 കിലോ കിട്ടോ. ഗായത്രി, ഗോവിന്ദന്റെ കോപം ദേ ഈ സവാള പോലെ തൊലിയുരിഞ്ഞു നോക്കി അകത്തൊന്നുമില്ല, ശൂന്യം. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയല്ലേ പറയൂ, അയാളുടെ കൊച്ചച്ഛനല്ലേ. ദേ അവിടെയാണ് കുട്ടിക്ക് തെറ്റിയത്. എന്നും ഉള്ളതുപോലെ പറയുന്നവനായി കൊച്ചച്ഛൻ. ഗോവിന്ദൻ എനിക്കൊരു തേങ്ങയല്ല. പറയും പോലെ എത്ര തേങ്ങ വേണം? വേണ്ട, വീട്ടിലുണ്ട്. സത്യം പറ, കൊച്ചച്ഛന് ഇപ്പൊ എന്താ വേണ്ടത്? കുട്ടി കടയിലോട്ട് തിരിച്ചു വരണം, അത്ര തന്നെ. ഇല്ല, ഗോവിന്ദന്റെ കടയല്ലേ, ഞാൻ വന്നില്ലെങ്കിൽ അതങ്ങ് വളർന്നോളൂ. വളരും പടവലങ്ങ പോലെ കീഴ്പോട്ട്. എടോ, 2 പടവലങ്ങ. ഓഹോ, ഏതായാലും ഇത്രയായില്ലേ. ഓരോ കിലോ ചീരയും ബീൻസും വെണ്ടക്കയും കുമ്പളങ്ങയും ഒക്കെ കൂടെ എടുത്തോളൂ, അല്ലേ കൊച്ചച്ച? അതെ, അപ്പൊ കുട്ടി നാളെ തൊട്ട് കടയിൽ വരും. എതിർപ്പൊന്നും ഇല്ലല്ലോ? ഇല്ല, പക്ഷെ അയാളുടെ മരമോന്ത കാണുകയും ഭരണിപ്പാട്ട് കേൾക്കുകയും വേണ്ടേന്ന് ഓർക്കുമ്പോഴാ. അതൊക്കെ ഒരു നേക്കല്ലേ. ഞങ്ങൾ മറ്റ് സ്റ്റാഫുകളെ കണ്ട് പഠിക്കും. അവൻ പറയുന്ന എന്ത് വിഡ്ഢിത്തമായാലും അത് വേദവാക്യമായിട്ട് എടുക്കണം. പ്രത്യേകിച്ചും പണത്തെക്കുറിച്ചുള്ള അവന്റെ പ്രമാണങ്ങൾ അവയൊക്കെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരെയാണ് ഗോവിന്ദന് ഏറെ ഇഷ്ടം. ഇനി എന്തെങ്കിലും ഐറ്റംസ് വേണോ? വേണ്ട. അപ്പോ ഞാൻ പോട്ടെ, കാലത്തെ കടയിലേക്ക് വന്നേക്കാം. അയ്യോ, അതബദ്ധമാ. ആളുകളുടെ മുമ്പിൽ അവന് നെകളിപ്പ് കൂടുതലാ. അതിരാവിലെ വീട്ടിൽ ചെന്ന് കണ്ട് പിണക്കമൊക്കെ തീർത്ത് കടയിലേക്ക് വരുന്നതാണ് ബുദ്ധി. ശരി. പിന്നെ ആ ബില്ല് അങ്ങ് പേരേക്ക്. ഞാനോ? കൊച്ചച്ഛനാ തരും. ഒരു പൈന്റ് വാങ്ങിക്കാൻ വെച്ചിരുന്ന കാശ. എടോ ഗോവിന്ദൻ മുതലാളി, ഞാൻ വരും. എനിക്ക് വരാതിരിക്കാനാവില്ലല്ലോ. പക്ഷെ ഇനി താൻ കാണാൻ പോകുന്നത് പഴയ ഗായത്രി ആയിരിക്കില്ല. അടവും അഭ്യാസവും തികഞ്ഞൊരു പുതിയ ഗായത്രി ആയിരിക്കും. ഗോവിന്ദേട്ടാ, നീ ഏതാ? ഞാൻ ഗായത്രി, ജ്വല്ലറി. ഇന്നലെ ഇറങ്ങിപ്പോയപ്പോ നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. അത് പിന്നെ എനിക്കെല്ലാം മനസ്സിലായി. ഗോവിന്ദേട്ടാ, എല്ലാ തെറ്റും തിരുത്തി മനസ്സ് തുറന്ന് 2 അക്ഷരം പറയാൻ വന്നതാ ഞാൻ. കോപ്പ്,
അല്ല, മാപ്പ്. അതിനായി ഞാൻ വീട്ടിൽ പോയിരുന്നു. അപ്പോഴാ അറിഞ്ഞത് ഇങ്ങോട്ട് പുറപ്പെട്ടുന്ന്. പതിവായി വരാറുണ്ടോ? ഇത് നമ്മുടെ കടയിലെ കുട്ടിയല്ലേ? ആ മോള് തൊഴാൻ വന്നതാ? അതെ അമ്മേ, ഈശ്വരനല്ല, എന്റെ ഈ അന്നദാതാവിനെ. ഗോവിന്ദേട്ട ക്ഷമിക്കണം. കാശുണ്ടാക്കുന്നവരുടെ ബുദ്ധിമുട്ട് അത് വാങ്ങി കീശയിൽ വെക്കുന്നവർക്ക് അറിയില്ല. ഞാൻ ഒരിക്കലും ശമ്പളം കൂട്ടി ചോദിക്കരുതായിരുന്നു. ഗോവിന്ദേട്ടന്റെ പേഴ്സണൽ മാറ്റേഴ്സിൽ ഇടപെടരുതായിരുന്നു. ഒരു അക്കൗണ്ടന്റ് ആയിട്ടും പണമാണ് വലുതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്ന് വെച്ചാ ഛേ, ഞാൻ എന്തൊരു വിഡ്ഢിയാ. പറയൂ ഗോവിന്ദേട്ടാ, എനിക്ക് മാപ്പ് തരില്ലേ? എന്താടാ ഗോവിന്ദ, ഈ കുട്ടി എന്തൊക്കെയാ പറയുന്നത്? ഒന്നുമില്ലമ്മേ, ക്ഷമിച്ചു എന്നൊരു വാക്ക്. പറയൂ ഗോവിന്ദേട്ടാ, എന്നോട് ക്ഷമിക്കില്ലേ? മോളെ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ദേഷ്യം കയറി ചിലപ്പോ ഇവൻ എന്തെങ്കിലും പറഞ്ഞു കാണും. സാരമില്ല, കുട്ടി കടയിലേക്ക് പോയിക്കോളൂ. പേടിക്കണ്ട കുട്ടി, ഞാനല്ലേ പറയുന്നത്. എങ്കി ചെല്ലട്ടെ ഗോവിന്ദേട്ടാ. അവിടെ തന്നെ ഇരുന്ന് കളയരുത്. എല്ലാ ഫയലുകളും എടുത്ത് ഓഡിറ്ററുടെ ഓഫീസിലേക്ക് വാ. ഞാനിവിടെ കാണും. ഹോ, ഈശ്വരൻ കാത്തു. ഇത്തിരി പ്രസാദം. വരട്ടെ അമ്മേ. ആ, നല്ല ഐശ്വര്യമുള്ള കുട്ടി അല്ലേ ഗോവിന്ദ? ഇന്നലെ ഞാനൊന്ന് വരട്ടിയതാ. കണ്ടില്ലേ സാഷ്ടാംഗം വന്ന് വീണത്? വേണമെങ്കിൽ ശയനപ്രദർശനം വരെ ചെയ്യും. ഗോവിന്ദൻ ഇങ്ങനെ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, കുട്ടി അല്പസമയം ഒന്ന് പുറത്തു നിൽക്കൂ. എവിടുന്ന് കിട്ടിയോടോ ഈ സാധനത്തിന്? ഏത് സാധനത്തിനെ? എടോ, ആ പോയതിന്, ആ അക്കൗണ്ടന്റിനെ. എന്താ സാർ, അവൾ എപ്പോഴെങ്കിലും അപമര്യാദയായിട്ട് പെരുമാറിയോ? ഒന്ന് പോടോ. ഞാൻ പറയുന്നതൊന്ന്, താൻ കേൾക്കുന്നത് മറ്റൊന്ന്. ഗോവിന്ദ, 10-25 കൊല്ലമായിട്ട് പല സ്ഥാപനങ്ങളുടെയും അക്കൗണ്ട്സ് നോക്കുന്നവനായി കുര്യാക്കോസ്. ഇത്രയും പെർഫെക്റ്റ് ആയ ഷാർപ്പായ ഒരു അക്കൗണ്ട് സിസ്റ്റം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് സാർ എന്നെ കുറിച്ച് മുഖസ്തുതി പറയുന്നു. മണ്ണാൻ കട്ട. അതിന് താനല്ലോ, ആ പെണ്ണല്ലേ കണക്കെഴുതിയത്. അവളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എടോ, ഇത്രയും കാലം ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞു കിടക്കല്ലായിരുന്നു തന്റെ കണക്കുകൾ. ഇപ്പൊ ദേ എല്ലാം ക്രിസ്റ്റൽ ക്ലിയറാ. ഒക്കെ ആ കുട്ടിയുടെ മിടുക്ക. ഓ, എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. തനിക്ക് തോന്നില്ല, എന്നാൽ ഒരു ഓഡിറ്ററായി എനിക്കത് തോന്നി. എടോ, ചില്ലറയല്ല, 10-27 ലക്ഷം രൂപയാ അവള് കാരണം തനിക്ക് പുല്ല് പോലെ പൂഴ്ത്താൻ പറ്റിയത്. എന്താടോ ആലോചിക്കുന്നത്? സംശയിക്കണ്ട, അവള് തനിക്കൊരു അസറ്റ് തന്നെയാ. ആട്ടെ, താൻ ശമ്പളം വല്ലതും കൊടുക്കുന്നുണ്ടോ? സാർ എന്നെ വാരരുത്. താനതൊന്ന് വലിക്കടോ, മനുഷ്യൻ തുമ്മി മരിക്കും. ഓ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതുപോലെ സ്മാർട്ടായ ഒരു അക്കൗണ്ടന്റിന് ചോദിക്കുന്ന ശമ്പളം കൊടുത്ത് തട്ടിക്കൊണ്ടുപോകാൻ പലരും ഉണ്ടാവും. അവള് ബുദ്ധി രാക്ഷസിയ, തനി കമ്പ്യൂട്ടർ. വിടാതെ പിടിച്ചോളണം. എന്ത് ചോദിച്ചാലും സാധിച്ചു കൊടുത്തേക്ക്. അവള് കാരണം തനിക്ക് ലാഭമേ ഉണ്ടാവൂ, മേൽക്കുമേൽ അഭിവൃദ്ധി.